കൊളത്തൂർ നിട്ടുവോട്ട് നിന്നും വനം വകുപ്പ് കൂടുവെച്ച് പിടികൂടിയ പുലിയെ വെള്ളൂരിലെ ജനവാസ മേഖലയുൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. പുലർച്ചെയോടെ വനം വകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി ഇവിടെ പുലിയെ തുറന്നുവിട്ടതായാണ് പരാതി. സംഭവം പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാസാഗറിലെ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തുകയും വിഷയത്തിൽ പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. കൊളത്തൂർ നിടുവോട്ട് പ്രദേശം പുലിഭീതിയിലായതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പുലി കുടുങ്ങിയത്. നിടുവോട്ടെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ 5 വയസ്സുള്ള പെൺപുലിയായിരുന്നു കുടുങ്ങിയത്. പുലിയുടെ കണ്ണിന് സമീപത്ത് ചെറിയ പരിക്കുകൾ കണ്ടിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ പരിക്ക് സാരമുള്ളതല്ലെന്ന് ഉറപ്പിച്ച ശേഷം വനത്തിനകത്ത് രാത്രി തന്നെ വനം വകുപ്പ് അധികൃതർ പുലിയെ വിട്ടയച്ചിരുന്നു. എന്നാൽ ഏത് മേഖലയിലാണ് പുലിയെ തുറന്നുവിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടെയാണ് പുലിയെ തുറന്നുവിട്ടത് വെള്ളൂരിനോട് ചേർന്നുള്ള വനമേഖലയിലാണെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. നാട്ടക്കൽ, നെട്ടണികെ, വാണിനഗർ, കിന്നിങ്കാർ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ ചേർന്ന പ്രദേശമാണിത്. ഇവിടെയുള്ള ചെണ്ടത്തടുക വനത്തിലാണ് പുലിയെ തുറന്നുവിട്ടതെന്ന് ഉറപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. വനം വകുപ്പ് സംഘം വാഹനത്തിൽ പുലിയെ കൊണ്ടുവരുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ തെളിവായി കാണിച്ചാണ് പ്രദേശവാസികൾ പുലിയെ തുറന്നുവിട്ടത് ഈ മേഖലയിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നത്. ബോവിക്കാനം, വെള്ളൂർ, നാട്ടക്കല്ല, കിണിങ്കാർ, PHCയുടെ മുൻവശം എന്നിവിടങ്ങളിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധര ഉൾപ്പെടെയുള്ളവർ വിദ്യാനഗറിലെ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തുകയും അധികൃതരെ നേരിൽ കണ്ട് സംസാരിക്കുകയും പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. പുലിയെ തുറന്നുവിട്ടതായ അഭ്യൂഹമുയർന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണെന്നും സ്ഥലത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിക്കണമെന്നും പുലിയെ പിടികൂടുവാൻ കൂടുവെക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കാസർഗോഡ് ജില്ലയിലെ കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പുലിനെ പിടിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് വകുപ്പ്. ആ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ രാത്രി ഇന്ന് രാവിലേക്ക് 3:10, 3:30 മണിയുടെ ഇടയിൽ നമ്മളെ വെള്ളൂർ ഭാഗത്ത്, കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ ഭാഗം കർണാടകയിലെ ബോർഡറാണ്. അതുമല്ലാതെ വാണിനഗര, സ്വർഗ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പ്ലാന്റേഷനിൽ കൊടുത്തിട്ട് ഈടെ ഫോറസ്റ്റ് ലൈൻ ഇറക്കി എന്നാണ് പറഞ്ഞു കേട്ടത്. ആ ഇറക്കിയത് മാത്രമല്ല, അത് വരുന്നതല്ല, വന്നതും പോയതും എല്ലാം CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നാട്ടക്കല്ല് ഭാഗത്തായാലും, നാട്ടക്കല്ല് വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇതിലായാലും, അതുപോലെ തന്നെ നമ്മളെ കിന്നിങ്കാറിലെ ഗ്രാമീണ ബാങ്കിന്റെ CC ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ആ പതിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ നാട്ടുകാർ മൊത്തം ഒരു പ്രതിഷേധത്തിലാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ രാത്രി സുഖമായിട്ട് കടന്നുറങ്ങാൻ ഒരു ധൈര്യമില്ലാതെ സ്ഥിതിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്തിൽ. വിവരമറിഞ്ഞ് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധം നടക്കുന്ന വിദ്യാനഗറിലെ വനം വകുപ്പ് ഓഫീസിലെത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള BJP നേതാക്കളും സ്ഥലത്തെത്തി. 2 മാസമായിട്ടാണ് ഇവിടെ ഇന്ന് അളക്കിട്ടുള്ള ലെപ്പേർഡിനെ അവർ കണ്ടുപിടിച്ചത്. ബേഡക പഞ്ചായത്തിൽ നിന്ന് പിടിച്ചിട്ടായിട്ട് പിന്നെ മിഡ് നൈറ്റിൽ കൊണ്ടുപോയിട്ട് വെള്ളൂർ പഞ്ചായത്തിലാണ് ഈ ഒരു ലെപ്പേർഡിനെ വിട്ടിട്ടുള്ളത്. 2 മന്ത്സ് ഇവർക്ക് വേണ്ടി വന്നു ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വിത്തിൻ 24 hours ഈ ലെപ്പേർഡിനെ കൊണ്ടുപോയിട്ട് ഫോറസ്റ്റിൽ വിട്ടിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾ ഫോറസ്റ്റിൽ വിട്ടിട്ടുണ്ട്, ഒരു പ്രശ്നം ആവുന്നില്ല. ഫോറസ്റ്റിൽ ഉണ്ടായ ലെപ്പേർഡിനെ വന്നിട്ടായിട്ട് കുറെ നാശങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടായിട്ടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. വൈകുന്നേരത്തോടുകൂടി കളത്തൂർന്ന് പിടികൂടിയ ഒരു പുലിയെ വെള്ളൂർ പഞ്ചായത്തിന്റെ പണ്ടാജ റിസർവ് ഫോറസ്റ്റിൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:30-4 മണിന്റെ അളവിൽ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോയിട്ട് ജനവാസ മേഖലയിൽ തന്നെ വിട്ടിട്ടുണ്ട്. അപ്പം അതുമൂലം നമ്മളുടെ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 12ഓളം കിലോമീറ്ററോളമാണ് വനം വലിയത്. എന്നാൽ ആ വനത്തിന് വിടുത്തെന്ന് പറയുന്നത് വെറും 1/2 കിലോമീറ്റർ, അതല്ല 3/4 കിലോമീറ്റർ മാത്രമാണ്. അതിലൊരു പുലിയെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്നതും ജനത്തിന് ആൾക്കാരുടെ കൃഷിയിലും ജീവനത്തിനും ഹാനിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കും എന്തായാലും. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് ഫോറസ്റ്റ്
ഇന്ന് ഇത് ഇപ്പം DFIന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടില്ലത്. ഇന്നലെ നമുക്കത് അറിയാൻ സാധിച്ചെങ്കിൽ രാവിലെയൊക്കെ ഇവർക്ക് നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം നമ്മൾ CCTV ഫുട്ടേജ് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അവർ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. ഇപ്പോൾ കർണാടകത്തിന്റെ അതിർത്തിയിലാണ് ഞങ്ങൾ കർണാടകത്തിൽ വിട്ടുന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത്. കർണാടകത്തിൽ വിട്ടാലും കേരളത്തിൽ വിട്ടാലും അതൊരു 1/2 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. സംഭവത്തിൽ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധര ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖാമൂലം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി അറിയിക്കുന്നതുവരെ പ്രതിഷേധം തുടരുവാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.